കർണാടക മുൻ മുഖ്യമന്ത്രി എസ്.എം. കൃഷ്ണ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് പുലർച്ചെ ബംഗളൂരുവിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. വിദേശകാര്യമന്ത്രി, ഗവർണർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ശരത് ലാലുണ്ട് വിശദാംശങ്ങളുമായി. ശരത്, എപ്പോഴായിരുന്നു അന്ത്യം? ഇന്ന് പുലർച്ചെയായിരുന്നു ഇത് സംബന്ധിച്ച വാർത്ത നമ്മൾ അറിയുന്നത്. ഏതായാലും ദീർഘകാലമായി അദ്ദേഹത്തിന് അസുഖബാധിതമായി ചികിത്സയിലായിരുന്നു. കർണാടകയുടെ 16ാമത്തെ മുഖ്യമന്ത്രിയായി എസ്.എം. കൃഷ്ണ അറിയപ്പെടുന്നത്. നേരത്തെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നവരുടെ രാഷ്ട്രീയത്തിൽ എത്തിയ എസ്.എം. കൃഷ്ണ തികഞ്ഞ സോഷ്യലിസ്റ്റ് ആയിരുന്നു. ഒരു 1983 വരെ. 1984 ഇന്ദിരാഗാന്ധിയുമായുള്ള ഒരു മുഖാമുഖത്തെ തുടർന്ന് കോൺഗ്രസിലേക്ക് വരുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്ഥാനമാനങ്ങളും രാഷ്ട്രീയ ഭാവിയും വളരുകയായിരുന്നു. കർണാടക മുഖ്യമന്ത്രി, അത് കഴിഞ്ഞ് അതിനുശേഷം മൻമോഹൻ സിംഗ് സർക്കാരിൽ വിദേശകാര്യമന്ത്രി, അതിനുശേഷം മഹാരാഷ്ട്ര ഗവർണർ തുടങ്ങിയ നിരവധി സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1984 അദ്ദേഹം രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം, കൊലപാതകത്തിന് ശേഷം രാജീവ് ഗാന്ധി വളരെ അടുത്ത് പ്രവർത്തിച്ച ഒരു ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയക്കാരൻ എന്ന പേരിലാണ് എസ്.എം. കൃഷ്ണ അറിയപ്പെട്ടിരുന്നത്. ഇന്നത്തെ കർണാടക, ബാംഗ്ലൂരിന്റെ IT വികസനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ വ്യക്തിയെന്നും കർണാടകയുടെ ചരിത്രത്തിൽ എസ്.എം. കൃഷ്ണ അറിയപ്പെടുന്നു. എസ്.എം. കൃഷ്ണക്ക് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. 2017 തന്റെ ദീർഘകാലത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചിട്ട് BJP-യിൽ ചേർന്ന എസ്.എം. കൃഷ്ണ പിന്നെ BJP-യുടെ സഹയാത്രികനായി അറിയപ്പെട്ടിരുന്നു. ഏതായാലും ഇന്നത്തെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ള നിരവധി കോൺഗ്രസ് നേതാക്കളെ രാഷ്ട്രീയത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റും എസ്.എം. കൃഷ്ണക്കാണ്. എസ്.എം. കൃഷ്ണ വിട പറയുമ്പോൾ ഒരു വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ എന്നും ഓർമ്മിക്കപ്പെടും. നട്വർ സിംഗിന് ശേഷം കോൺഗ്രസിന്റെ വിദേശകാര്യ മുഖമായിരുന്നു എസ്.എം. കൃഷ്ണ. കർണാടകയെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരിലെ IT ഹബ്ബായി വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ വ്യക്തിത്വം കൂടിയായിരുന്നു എസ്.എം. കൃഷ്ണ. ആതിര, ശരത് ലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവാണ് വിടവാങ്ങിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം എന്നുള്ളതാണ് കരുതുന്നത്. ബംഗളൂരുവിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. ശരത്ത്, ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു ദീർഘനാളായി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ? സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പൊതുരംഗത്ത്, അതായത് 1919 പൊതുരംഗത്ത് നിന്ന് പൂർണ്ണ അപ്രത്യക്ഷനായിരുന്നു അസുഖം കാരണം എസ്.എം. കൃഷ്ണ. അതേപോലെ തന്നെ BJP-യിൽ അദ്ദേഹം വരികയും പത്മഭൂഷൺ അടക്കമുള്ള ബഹുമതികൾ ലഭിക്കുകയും ചെയ്തതിനു ശേഷം പൊതു രാഷ്ട്രീയത്വം, സജീവ രാഷ്ട്രീയത്വം മാറി നിൽക്കുന്ന ഒരു പ്രവണതയാണ് അദ്ദേഹം കാണിച്ചിരുന്നത്. ഇന്നത്തെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുമായിട്ട് അദ്ദേഹം നല്ല വ്യക്തിബന്ധം പുലർത്തിയിരുന്നു എന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു, ജന്മനാഥനെ സോഷ്യലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ സോഷ്യൽ നയങ്ങൾ കണ്ടാണ് വന്നിരുന്നത്, പാർട്ടി രാഷ്ട്രീയത്തിൽ വന്നതെന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കോൺഗ്രസുമായിട്ട് അകലാനുള്ള പ്രധാന കാരണം സോണിയാഗാന്ധിയുമായിട്ടുള്ള, രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള പുതു ജനറേഷൻ കോൺഗ്രസിലുള്ള ന്യായവ്യത്യാസങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇതാണ് എസ്.എം. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കർണാടക രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വളരെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു. ഒരു കാലത്ത് എസ്.എം. കൃഷ്ണയുടെ സ്പീച്ചുകൾ പാർലമെന്റിൽ വളരെ വ്യക്തത, വാജ്പേയിക്ക് പകരമായി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വേള മൻമോഹൻ സിംഗ് സർക്കാരിൽ UN-ൽ പ്രസംഗിക്കാൻ ഇത്തരമുള്ള, കാരണം ഒരു അഭിഭാഷകനായിരുന്നു അദ്ദേഹം. ഗ്രാജുവേറ്റ് ശേഷം വിദേശത്ത് അമേരിക്കയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുക്കുകയും വളരെ വ്യക്തമായി വളരെ വിദേശകാര്യത്തിലും അതേപോലെ തന്നെ ലോയിലും വളരെ ഉന്നത സ്ഥാനം വളർത്തിയിരുന്നു. എന്നാൽ എസ്.എം. കൃഷ്ണയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അദ്ദേഹം ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അക്കാലങ്ങളിൽ. എന്നാൽ DK ശിവകുമാറിനെ തന്റെ സ്റ്റാഫിലെടുക്കുകയും DK ശിവകുമാറിനെ തന്റെ ഏറ്റവും അടുത്ത അനുയായിയെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. DK ശിവകുമാർ പക്ഷേ എസ്.എം. കൃഷ്ണ കോൺഗ്രസിലേക്ക് പോയപ്പോൾ DK ശിവകുമാർ കൃഷ്ണയോടൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല, കൃഷ്ണയുമായിട്ട് വളരെ അകലുകയും ചെയ്തു. ഇതോടുകൂടിയാണ് 2017-18 മുതൽ എസ്.എം. കൃഷ്ണ പതിയെ രാഷ്ട്രീയത്തിൽ ഇന്ന് വിടവാങ്ങുന്നത്. ആതിര, ശരി, ബംഗളൂരു നഗരത്തിനെ ഇന്ന് കാണുന്ന തരത്തിൽ മഹാനഗരമാക്കി വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാണ് എസ്.എം. കൃഷ്ണ. അദ്ദേഹമാണിപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ദീർഘനാളുകളായി ഇത്തരത്തിൽ
വിശ്രമ ജീവിതത്തിലായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 92 വയസ്സായിരുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ.